ഹായ് ഗൈസ്, അങ്ങനെ നമ്മുടെ വണ്ടി നമ്മുടെ വീട്ടിലെത്തി. നമ്മുടെ ഷെഡിലെത്തി ഗൈസ്. നമ്മുടെ വണ്ടിയിൽ ഇന്ന് മൊത്തം കുറച്ച് പരിപാടിയുണ്ട്. നമുക്ക് 2 ടയർ മാറ്റി, ഡിസ്ക് മാറ്റി അലവ് വരണം. അതെല്ലാം വിളിച്ച് പറഞ്ഞ് അടൂർ പോകണം. ഇപ്പം ഞങ്ങൾ വണ്ടി രാവിലെ ജസ്റ്റ് കഴുകിയിട്ടേക്കാണ്. ഈച്ചാണ് ഇരിക്കുന്നത്. വണ്ടി അല്ല കഴുകി കുട്ടപ്പനാക്കി ഇട്ടേക്കാണ് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ഷെഡിൽ ക്യാമറ വെക്കുന്നുണ്ട്. നിങ്ങളെ കാണിക്കാത്ത അന്ന് ഞാൻ പറഞ്ഞില്ല ക്യാമറ വെക്കുന്നുണ്ടെന്ന്. ക്യാമറയുടെ പരിപാടിയൊക്കെ അവിടെ നടപ്പുണ്ട്. ഒരു അയ്യപ്പനോടുണ്ട്, ഷോനോടുണ്ട്. പിന്നെ നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് കമൻറ്റ് കണ്ടു, ക്യാമറ ഭയങ്കര ഷേക്കിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റെബിലേഷൻ്റെ ഇതൊക്കെ സംഭവം ഓണാക്കി ഇടാൻ പറ്റും. പക്ഷേ അത് ഇട്ട് കഴിഞ്ഞാൽ ഷേക്ക് മാറും. പക്ഷേ സാധാരണ ആൻഡ്രോയിഡ് ഫോണല്ല ഷൂട്ട് ചെയ്യുന്നത്, ഐഫോണല്ല. അപ്പം ആ സ്റ്റെബിലേഷൻ കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ സംസാരിക്കുമ്പോൾ സംസാരം ബാക്കോട്ട് ആയി പോകും, അല്ലെങ്കിൽ സംസാരം മുമ്പോട്ടായി പോകും, നമ്മൾ ലിപ്പ് അനക്കുന്നത് പിന്നെ ആയിപ്പോവും. അതാണ് ആ സ്റ്റെബിലേഷൻ ഓണാക്കിയിട്ടുള്ള കുഴപ്പം. പിന്നെ 4K ഒക്കെ ഇട്ടാലും നമുക്ക് ഈ സെയിം പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ എടുക്കാത്ത. പിന്നെ മൈക്കിൻ്റെ നോയ്സ്, ഒരു മൈക്ക് നമ്മൾ മേടിക്കുന്നുണ്ട്, അത് നമ്മൾ ഉടനെ കറക്റ്റ് ചെയ്യും. നമ്മുടെ വണ്ടിക്കകത്ത് അന്ന് വെച്ച പൂവാണ്, നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ച് വെക്കുന്നത് കൊണ്ട് ഇതുവരെ ഒരു പ്രശ്നമില്ല. കണ്ടോ, കറക്റ്റ് നീറ്റായിട്ട് ആ പൂപ്പ് ഇരിപ്പുണ്ടോ. നമ്മൾ 29 തീയതി വണ്ടി എടുത്തത്, ഇന്ന് 31. അപ്പം പരിപാടിയൊക്കെ അങ്ങനെ നടക്കുന്നു. ലിപ്പൊക്കെ നിങ്ങൾ ഡേ ലൈറ്റ് കാണിച്ചില്ല കറക്റ്റ്. നമ്മുടെ വണ്ടിയുടെ ലിപ്പ് കണ്ടോ ചെയ്തേക്കുന്നത്, ഫുൾ ലിപ്പാക്കി. ഇതാരോ കമൻറ്റ് ചെയ്ത് കണ്ട് ലിപ്പ് ഇങ്ങനെ വെച്ച ബോറായെന്ന്. നമുക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പിന്നെ ഫുൾ ബമ്പർ, ഞാൻ നിങ്ങൾ പറയാൻ പറഞ്ഞത് കേരളത്തിലെ ഫസ്റ്റ് വണ്ടിയാണ് ഫുൾ ബമ്പർ മോഡിഫൈ ചെയ്ത് ഇറങ്ങിയ വണ്ടി. സംശയം നിങ്ങൾ നോക്കിക്കോ. ഞാൻ വണ്ടി ഡേറ്റ്, അതായത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത ഡേറ്റ് നിങ്ങൾ ഒരിക്കലും നോക്കരുത്, യൂട്യൂബിനകത്തിട്ട് വീഡിയോ ഡേറ്റ് നോക്കരുത്. അതിന് മുന്നേ വണ്ടിയിൽ സംഭവം കിടക്കുക. ഞാൻ നിങ്ങളെ കാണിക്കാൻ, പഴയ വീഡിയോക്ക് എത്ര നിങ്ങൾക്ക് കാണാം. ഞാനത് കാണിക്കാനാണ്. ഫസ്റ്റ് ഇറങ്ങിയ വണ്ടി ഇതാണ്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ജോഷിനെ വിളിച്ച് ചോദിച്ചോ, അല്ല എവിടെ വിളിച്ച് ചോദിച്ചോ. ഫസ്റ്റ് ഇറങ്ങിയ കേരളത്തിലെ ആദ്യത്തെ ഫുൾ ലോഡ് ട്രാവലർ ബമ്പർ ഫുള്ള് വർക്ക് ചെയ്ത വണ്ടി ഇതാണ് കേട്ടോ. ഈ ബമ്പർ കുറേ പേർക്ക് ഇഷ്ടപ്പെടുന്നത്. എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഈ വണ്ടി നല്ല പൊക്കത്തില്ല. കാര്യം നിങ്ങൾക്ക് ഈ സെയിം ഒരു ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും തമ്മിൽ വെച്ചിട്ടുണ്ട്. ഈ സൈഡിലൊരു ഫോട്ടോ ട്രാവലറിൻ്റെ പഴയ ഫോട്ടോ കാണിക്കാം. അപ്പോൾ വ്യത്യാസം വന്നത് നിങ്ങൾ പോസ്റ്റാക്കി നോക്കിക്കോ. വണ്ടി ലോവറായിട്ട് നല്ല താന്നല്ലോ, നല്ല ഐറ്റി വണ്ടി താന്നു, സൈഡെല്ലാം താത്തു. കാര്യം ഇപ്പോഴാണ് വണ്ടിക്ക് ലുക്ക് കിട്ടി. നേരത്തെ വണ്ടി ഫ്രണ്ട് കൊണ്ട് നല്ല കിളന്നിരിക്കുമായിരുന്നു. ഇപ്പോൾ ഗ്രില്ലോട് വന്നപ്പോൾ വണ്ടി എല്ലാവരും ഇത് അർബാനയുടെ ഇതാണോ, നമ്മൾ അർബാനയുടെ ഒരു ചെറിയ മോഡൽ ഗ്രില്ലാണ് ഈ വണ്ടിയിൽ വെച്ചേക്കുന്നത്. എന്താടാ ഇപ്പോഴും നാളെ വന്ന് ചോദിച്ചിട്ടല്ലേ പോയല്ലോ. ഇപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചിട്ട് പോയി ഇതിൻ്റെ കളറിൻ്റെ പേര്, ഇത് വെയിലത്ത് കിടക്കുമ്പോൾ ഒരുമാതിരി ഈ കളർ വരും. എന്താ ഈ കളറിൻ്റെ പേര്? വയലറ്റോ, ആകാശ ഇരുട്ട് വെട്ട കളർ കറപ്പായിട്ട് വരും. അതുമാരോടുണ്ട്. രാവിലെ വണ്ടികൾ കഴുകി കുട്ടപ്പനാക്കി. ഇനിയും അലവിൽ കയറ്റാൻ വേണ്ടി വേണം, ആ ഒരു ഇതേ ഉള്ളൂ. നമ്മുടെ ക്യാമറയുടെ പണി കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് നാളെ പരിപാടി എന്ന് പറഞ്ഞാൽ നെയിം ബോർഡും മാറ്റിയിട്ട് കറക്റ്റ് ആ പേര് കറക്റ്റ് സെറ്റാക്കി ഒട്ടിക്കണം. പിന്നെ സൈഡത്തെ ഗ്ലാസ് സ്റ്റിക്കർ ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ എന്നാ പറയണ്ടേ, ആ ഒരു ബാക്ക് സൈഡിൽ നിങ്ങളുടെ ചോദിച്ചായിരുന്നു, ആരും അഭിപ്രായം പറഞ്ഞില്ല. നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് മാൽക്കസ് എന്നുള്ള പേരടിക്കണം. അത് അടിക്കുന്നത് നല്ലതാണോ അതോ ഇങ്ങനെ പ്ലെയിനായിട്ട് ഇട്ടേക്കുന്നതാണോ നല്ലതെന്ന് നിങ്ങളെന്ന് പറയണം. ഇല്ലടാ, നമ്മൾ എല്ലാവരുടെ അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇവിടെ സൈഡിലായിട്ട് ഇവിടെങ്ങുമല്ല, നമ്മൾ അടിക്കുമ്പോൾ ഇവിടെ ഏറ്റവും ബാക്കിലായിട്ട് ഇത്ര ഭാഗത്ത് മാൽക്കസ്, ഞാൻ പറഞ്ഞില്ലേ ഇത്ര ഭാഗത്ത് മാൽക്കസ്, അതിൻ്റെ താഴെ ബിഗ് ബോയ് എന്നല്ലടാ ചെറുതായിട്ട്. നമ്മൾ കോൺടാക്ട് നമ്പറോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും വണ്ടി കൊടുക്കുന്നില്ല, അതൊക്കെ ട്രെൻഡ് കഴിഞ്ഞു. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒന്നും ഒരു വർക്കും ചെയ്യുന്നില്ല, ഒരു സ്റ്റിക്കറും ചെയ്യുന്നില്ല. വണ്ടി നീറ്റായിട്ട് കിടക്കണമെന്ന് ഇപ്പോഴത്തെ അഭിപ്രായം. എന്താടാ, വണ്ടി ഒരു പ്രീമിയം കിടക്കണം. കാര്യം ഫുൾ വൈറ്റ് എനിക്ക് തോന്നുന്നു, വൃത്തിയും തോന്നുന്നു. സൈഡിലെങ്ങും ഒരു സ്റ്റിക്കർ വർക്കൊന്നുമില്ല. സ്റ്റാൻഡേർഡ് വണ്ടിയുടെ പേരടിക്കുക അവിടെ, അത് മാത്രം. ഗ്ലാസ് ജസ്റ്റ് ഒരു 35 അഴുക്കാം, ഒരു 35% ജസ്റ്റ് ഒന്ന് ഡാർക്ക് അടിക്കും. അതൊരു അതിന് കട്ടണൊക്കെ നീക്കിയിട്ട് ആൾക്കാർക്ക് ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വെയിൽ മൊത്തം അടിക്കാതിരിക്കാൻ വേണ്ട. ഓൾറെഡി AC ഇട്ട് ഓട്ടം വരുന്നപ്പം AC ഇടാം. അപ്പം അത് ആൾക്കാർ ഇതിനു വേണ്ടി ചെയ്യുന്ന. പിന്നെ അതേപോലെ നമ്മുടെ ബാക്കിലത്തെ ഗ്ലാസ് കാണിച്ചു തരാം. അവിടെ ക്യാമറ ഫിറ്റ് കിടക്കും കേട്ടോ. ബാക്കിലത്തെ ഗ്ലാസിൻ്റെ അകത്ത് ഈ 2 ഗ്ലാസ് ഫുള്ള് ഡാർക്ക് അടിച്ചിട്ട് ഇവിടെ മാൽക്കസ് അടിക്കുന്നത് അലമ്പാണോ അല്ലയോ എന്നൊന്ന് പറയണം കേട്ടോ. അത് നിങ്ങളുടെ അഭിപ്രായം നോക്കിയിട്ട് മാത്രമേ അടിക്കുന്നുള്ളൂ. ആ ട്രെൻഡ് കഴിഞ്ഞെന്ന് പറയുന്നു, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അടിക്കുന്നെങ്കിൽ അടിക്കുക. ഈ സൈഡിലും പേരടിക്കും കേട്ടോ. അതുപോലെ വേറെ ഒന്നും ചെയ്യുന്നില്ല. വേറെ ഒന്നുമില്ല. ഫ്രണ്ടിലൊന്നും ചെയ്യുന്നില്ല കേസ്. പിന്നെ ആ കസവ് വെട്ടിക്കുന്ന സ്ഥലത്ത് 2 ചെറിയ കുഞ്ചലം ഇടുന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെറിയ 2 കുഞ്ചലം തൂക്കിയിട്ടാൽ ശോകമാവുമോ? അത് ശോകമാകുന്നെങ്കിൽ നിങ്ങൾ പറയണത്. ഒന്നുമില്ലാതെ കിടക്കുന്നതാണ് ലുക്ക് എന്നെങ്കിൽ നിങ്ങൾ പറയണം. നിങ്ങൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലാതെ വാരി വലിച്ച് ഒരു ഇത് നമ്മൾ ചെയ്യുന്നില്ല. വണ്ടി നീറ്റായിട്ട് കിടക്കണം എപ്പോഴും, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങനെ കൊണ്ടു കിടക്കണം. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഓട്ടം നമ്മൾ എടുത്തു തുടങ്ങിയില്ല കാശ്. നമ്മളിപ്പം
ഉടനെ അതിൻ്റെ ഒരു പോസ്റ്റ് ഇൻസ്റ്റയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. വണ്ടിക്ക് ഓട്ടോ എടുത്ത് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഡേറ്റ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം മാലകൃഷ്ണൻ എന്നുള്ള പേജിൻ്റെ അകത്ത് ഉടനെ പോസ്റ്റ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കാര്യം 200 കിടന്ന ഫോളോവേഴ്സ് 300 മേള. എടാ 300 മേളായാലടാ ഫോളോവേഴ്സ് ഇപ്പം. അയ്യപ്പാ 400 ആയില്ല, 400 ആയോടാ. അതിൽ അങ്ങോട്ടായിട്ടുണ്ട് കേട്ടോ. വളരെ അധികം സന്തോഷമുണ്ട്. നമ്മുടെ വണ്ടി ആൾക്കാർ അറിയുന്നുണ്ടെന്നുള്ള കാര്യം. നമ്മൾ പുതിയതായിട്ടിറങ്ങി പ്രസ്ഥാനം എല്ലാവരും അറിയിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ക്യാമറയുടെ വർക്ക് നടക്കുന്ന നല്ല നോയ്സ് ആയിരിക്കും. ഉടനെ മൈക്കിങ് കാര്യങ്ങളൊക്കെ മേടിക്കുമായിരിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ അലവിൽ കയറ്റാൻ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ജോഷി വരും അലവിൽ കയറ്റാൻ വേണ്ടി അടൂർ ഷോപ്പിലെത്തി കേട്ടോ. എവിടെ നമ്മൾ അലവിൽ കയറ്റുന്നത്? നമ്മുടെ അലവിൽ മേളിൽ ഇരിപ്പുണ്ട്. ഞാൻ കാട്ടിത്തരാം മേളിൽ ചെല്ലുമ്പോൾ. അപ്പോൾ ഇതെല്ലാം അഴിച്ചു മാറ്റി നേരെ സെറ്റപ്പ് ചെയ്ത് വണ്ടിയുടെ ലെവലെ നമ്മൾ മാറ്റി. ഞാൻ മേളിലിരിക്കുന്നിട്ട് ആ അലവിലുണ്ടായിരിക്കുന്നത് എൻ്റെ വേണ്ട ആ സാധനം അതാണ് നമ്മളിടുന്നത് കേട്ടോ. അതിവിടെ പൊളിയാകും. 5 അലവിൽ കാറിനൊക്കെ കിടുന്ന സാധനം ഇട്ടിരിപ്പുണ്ടോ? കാറിനൊക്കെ പറ്റി നിങ്ങൾ നോക്ക്. ഇതേ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാണ്ടോ. ഗ്ലാസ്സിനകത്ത് കണ്ടോ കാണിക്കാൻ പറ്റാത്ത ഒരു ക്ലിയർ ആവാത്ത. എടാ നമ്മുടെ വാഗണ്ടറിന് ചേരുന്ന ഇതുണ്ടോ? ഇതെല്ലാം 14 മേലോട്ടുള്ള. ഇത് 14 തോന്നുന്നല്ലോ. ഇത് ഇതോ അത് കൊള്ളാം. എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഈ സിൽവർ എനിക്ക് ഇഷ്ടപ്പെടേണ്ട. ഈ മേളത്തെ ബ്ലാക്കോ? അത് ഇത് ഇടാനാ ആ വാഗണ്ടറിനോ? പോണ എന്നിച്ച് അത് വണ്ടിക്ക് 14 നല്ലത്. എവിടെ ഇത് 14? എവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നത്? ആണ്ടേ ഇതും 14. ഇത് കണ്ടോ? ഈ താഴെ ഇരിക്കുന്നതൊക്കെ 14. പിന്നെ കാണാൻ പറ്റത്തില്ലേ? ഇത് കൊള്ളാം. അല്ലെങ്കിൽ ഇതോ അല്ല അങ്ങേറ്റത്തിരിക്കുന്നോ അല്ലെങ്കിൽ ഇതോ. നമ്മൾ മോട്ടോമാക്സിലായിരിക്കും ഇവിടെ അലവിലിടാനായിട്ട്. ഇതേ വീട്ടിലെല്ലാം പണിത് കുട്ടപ്പനാക്കിയപ്പോൾ തരും വണ്ടി. എന്തെങ്കിലും 1 മണിക്കൂറത്തെ പണിയാണായിരിക്കും. ടയറൊക്കെ മാറ്റി കുട്ടപ്പനാക്കണ്ടേ. ഇന്നിപ്പോൾ കഴിയ വണ്ടി. നിങ്ങൾക്ക് വണ്ടിയുടെ അവസ്ഥ നോക്ക്. അടൂർ വരെ വന്നേ ഉള്ളൂ. ലിപ്പിൻ്റെയൊക്കെ അവസ്ഥ നോക്കിക്കോണേ. നോക്കി കണ്ടോ? നമ്മുടെ ഓരോരോ ഡിസ്ക് വെച്ച് താപ്പോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കി ഇപ്പോൾ അവന്മാർ മേളിൽ ഇപ്പോൾ ഉണ്ട് ഉള്ള. ആ ഡിസ്ക് പൊട്ടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അവന്മാർ ബാക്കി 3 ബാക്കി 4 എടുത്തുകൊണ്ട് വരും സ്റ്റെപ്പിന് ഉൾപ്പെടെ. ഇതാണ് നമ്മുടെ ഡിസ്ക് കേട്ടോ. നോക്കി ഇതാണ് നമ്മുടെ വണ്ടിക്ക് ഇടുന്ന ഡിസ്ക്. അതുപോലെ ടയറിൻ്റെ ഒരു ടയർ അയച്ചുകൊണ്ട് വന്നത്. ഇത് അതിൻ്റെ അല്ലല്ലോ, ഇത് കാറിൻ്റെ ആണോ? സോറി ഗൈസ്, ടയർ മാറിപ്പോയി. അത് കാറിൻ്റെ. നമ്മുടെ ടയർ ഇപ്പോൾ അയച്ചുകൊണ്ട് വരും. അത് അയച്ച് ഇളക്കി ഇതിപ്പോൾ സെറ്റ് ചെയ്യും. സംഭവം കേട്ടോ. ഡിസ്ക് എല്ലാം എടുത്ത് സെറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പരിപാടി കേട്ടോ. ഓക്കെ എടാ ഇതെല്ലാം പറക്കി മാറ്റാ. ഇതെല്ലാം പറക്കി മാറ്റേ. ആ പൊട്ടിച്ചോലെ അങ്ങോട്ട് വരുന്നു കേട്ടോ. വെച്ചതേ ഇത്രയും 4 ഡിസ്ക് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കയറ്റും നമ്മൾ. ഓക്കെ ഉണ്ടോ? ഈ 4 ഡിസ്ക് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ കയറ്റും. പക്ഷേ റീലിനുള്ള പരിപാടി കേട്ടോ. ഇന്നുമായിട്ട് റീൽ കയറ്റും നമ്മൾ. ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. കണ്ടോ വണ്ടിയുടെ ഡിസ്കിലൊക്കെ ചെറുതായിട്ട് തുരുമ്പായിട്ടിരിക്കും. നോക്ക് കണ്ടോ? ഡിസ്കിലല്ല, അതിൻ്റെ ഇതിനകത്ത് അബിൻ്റെ അകത്താന്ന് തോന്നുന്നു ഈ സംഭവം. ഷോപ്പ് വരുന്ന അടൂരാട്ടോ. നമ്മൾ അടൂർ ജംഗ്ഷനിൽ നിന്ന് കൊട്ടാരക്കരയ്ക്ക് തിരിയുന്ന ലൈനിൽ റൈറ്റ് സൈഡിൽ പമ്പുണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ. ആ പമ്പിനോട് ചേർന്നതിനുള്ളതാണ് മോട്ടോ മാക്സ്. ഇത് കുറേ പേർക്ക് അറിയാം. അത്യാവശ്യം ഫേമസാണ് ഇവിടെ. ഇപ്പോൾ വണ്ടി കിടക്കുന്നുണ്ടാ. സംഭവം സെറ്റ് ചെയ്ത് നമ്മൾ ഇനി നാളെ പോയിട്ട് ഗ്ലാസ്സിലൊക്കെ സ്റ്റിക്കറും ചെയ്ത് ഇവിടെ പേരൊട്ടിക്കാം. നിങ്ങളുടെ അഭിപ്രായം കൂടെ ഇരിക്കും. പേരൊട്ടിക്കാൻ ഒട്ടിക്കാം, ഇല്ലെങ്കിൽ ഇല്ല. അതുകൂടെ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടിയുടെ പരിപാടി. പിന്നെ നമ്മൾ വൈകിട്ട് പോസ്റ്റ് ഇടും വണ്ടിക്ക് ഓട്ടം എടുക്കാൻ വേണ്ടിയുള്ള. അവിടെ വൈകിട്ട് പോസ്റ്റ് ചെയ്യണം മറ്റേ ഓട്ടത്തിൻ്റെ കേട്ടോ. ചേട്ടനുണ്ടോ അതിൻ്റെ ആൾ? നമ്മുടെ ടയറത്തെ ഡിസ്കൗണ്ട് കയറ്റിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതെല്ലാം ശബ്ദം കേൾക്കുന്നുണ്ടോ? ടക്ക ടക്ക വീഴുന്നതിനാണോ ശബ്ദം കേൾക്കുന്നത്? കേട്ടോ ആ സൗണ്ട് കേട്ടോ വീണതിൻ്റെ ആണോ ടയർ? അങ്ങനെ ടയർ ഇട്ടിപ്പോൾ അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മെഷീനെ കയറ്റിച്ചേ കേട്ടോ. 2 കേട്ടോ. അവിടെ ഇട്ടത് വിട്ടു. അലൈൻമെൻറ്റ് ആയിട്ട് നേരെ വണ്ടി നോക്കിടപ്പുണ്ട്. വണ്ടി കൊണ്ട് കയറ്റിയാൽ മതി. പക്ഷേ അങ്ങനെ ഒരു സൈഡിലെ ടയർ ഇട്ട് കേട്ടോ. ഇവിടെ ഇരുട്ടാണ് കാണാൻ പറ്റുന്നത്. വെട്ടമില്ല. കണ്ട ഈ സൈഡിലെ ഫ്രണ്ട് വീല് കയറ്റി കണ്ടോ. ഫ്രണ്ട് വീല് അങ്ങനെ അലയിട്ട് അടുത്തത് ഇപ്പുറത്തെ അലയി ഇട്ടുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിലത്തെ ഡിസ്കിനകത്ത് മാറ്റിയിട്ട് ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടാണ്. കാരണം വെച്ചാൽ പാട്ടിടുന്നതിൻ്റെ അതായത് അവരവിടെ പാട്ടിടുന്നുണ്ട്. അപ്പം നമുക്ക് വോക്കൽ വരും. നമുക്ക് കോപ്പറേറ്റ് കിട്ടും. ഇപ്പുറം വായിച്ചാണ്ടോ. അപ്പോൾ നമ്മൾ പോയിടുന്നില്ല അങ്ങോട്ട് പോയി. പിന്നെ മൊത്തം വീല് വിട്ടിട്ട് നിങ്ങളെ കറക്റ്റ് കാണിച്ചു തരാം.
ഇവിടെ അയച്ചു വെച്ചേക്കുന്നുണ്ടോ? ഈ ഒരു തുരുമ്പ് നിങ്ങൾ നോക്കണ്ട, ഇതൊക്കെ വണ്ടി ഇത്രയൊക്കെ കിടന്നതിൻ്റെയൊക്കെയാണ്. അവിടെ ഓടാൻ കിടക്കില്ലായിരുന്നു, അതൊക്കെ ഇനി മാറും. ടയറെല്ലാം കയറ്റി വണ്ടി അലൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. വീൽ അലൈൻമെൻറ്റ് ഒന്ന് കത്തിയാനായിട്ട് ഒന്നുണ്ടോ കാശ് നമ്മൾ തിറക്കാൻ. ഇപ്പോഴാണ് ആ ഒരു സെറ്റപ്പ് കിട്ടിയ വണ്ടിയുടെ. ഉണ്ടോ ഇവിടുന്ന് ഒടിഞ്ഞു വരും. ഹായ് സെറ്റപ്പായി നോക്കിയേ. അവിടെ വണ്ടി അലൈൻമെൻറ്റ് ചെയ്യുന്നു, വീൽ അലൈൻമെൻറ്റ്. അപ്പോൾ വീൽ അലൈൻമെൻറ്റോടെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റപ്പായി. അതിനെ അങ്ങോട്ട് കയറണം. ഉണ്ടോ ടയറിൻ്റെ സൈഡൊക്കെ കറക്റ്റ് ചെയ്യും കേട്ടോ. അത്യാവശ്യം അങ്ങനെ നമ്മൾ അലൈൻമെൻറ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞ് വണ്ടിയിൽ നമ്മളിവിടെ കണ്ടോ, ഇവിടെ ഈ ഹെവി വെയിറ്റ് റൈഡേഴ്സ് കൊണ്ടുവന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്ത് മാറ്റിടാൻ വേണ്ടി കൊണ്ടുവന്നു കേട്ടോ. നമ്മുടെ ഇവിടെ എല്ലാം ഇതുണ്ടോ മൊത്തം ചവിട്ടി അഴുക്കുക. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിലൊരു മാറ്റിടണം, ബാക്ക് സൈഡ് വരെ. അത് പഴയ ഡിസ്ക് അവിടെ ഇരിക്കുന്ന ബോക്സിനകത്ത് സെൻറ്ററിലൊരു മാറ്റിട്ടിട്ട് ഇവിടെ ഇത്ര ഭാഗത്തൊരു മാറ്റിടണം. നല്ല വൃത്തിയാതിൽ ഈ സീറ്റിൻ്റെ ഈ സ്പേസിൽ ഇവിടെ വരെ വരും മുട്ടി. പിന്നെ ഫ്രണ്ടിൽ ഒരെണ്ണം ഇവിടെ ഒരെണ്ണം ഡ്രൈവർ സൈഡിലും. ഇത്ര വേണമ്പോൾ സംഭവം ഓക്കെ. അല്ലെങ്കിൽ ഈ മഴക്കാലം ആകുമ്പോൾ ചവിട്ടിക്കറി മൊത്തം ഇത്. അത് മാത്രമല്ല കുറച്ചാൾ കഴിയുമ്പോഴേക്ക് നടന്നിടത്ത് അങ്ങ് മങ്ങിപ്പോവും. അപ്പം അതാണ് അത് ചെയ്യുന്നത്. ഗായ്സ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നല്ല മഴ നോക്കണ്ടോ, വണ്ടി ഇവിടെ കൊണ്ടിട്ടുണ്ട്. ഇവിടെ പിള്ളേർ സെറ്റെല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾ മേടിച്ച ഇത് മാറ്റിയതായിരിക്കുന്നത്. മാറ്റെല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി വണ്ടിയൊക്കെ ഇട്ടാൽ മതി. വണ്ടി അകമെല്ലാം തുടച്ചിട്ടേക്കോട്ടോ, അന്ന് ഇട്ടാൽ മതി. ഇവിടെ നല്ല മഴയായിട്ട് ഇത് നോക്കൂ, മഴ കണ്ടോ, ഭയങ്കര മഴ. ഇവിടെ ക്യാമറ വെച്ചു. ഇത് ഒരു ക്യാമറ ഇത് അവിടെ ഇരിപ്പുണ്ട്, ഒരു ക്യാമറ അവിടെ ഇരിപ്പുണ്ട്. ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇനി വണ്ടിയെല്ലാം കഴിയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടെ ഇന്ന് രാത്രിത്തേക്കുള്ള വീഡിയോ. നാളത്തെ വീഡിയോ നമ്മൾ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് വെക്കണം, അങ്ങനെ കുറച്ച് ഡീലിങ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്ത് നാളത്തെ വീഡിയോയിൽ കാണിക്കാം.